അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ദിതി ദാമോദരൻ. ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരെന്ന് മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന കസേരകളിലിരിക്കുന്ന പലരും കരുതുന്നു. ആ മനോഭാവത്തിന്റെ മൗത്ത് പീസാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും ദിതി ദാമോദരൻ 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള അടൂർ സാറിനെ പോലെ ഒരാൾക്ക് ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരാണ് എന്ന് തോന്നിയത് അങ്ങനെ തുറന്നു പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മലയാള സിനിമ ചരിത്രം എന്ന് പറയുന്നത്. പി.കെ. റോസിക്ക് അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഇടം മലയാള സിനിമ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെ അടൂർ സാറിനെ മാത്രം പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അടൂർ സാർ സ്വാഭാവികമായിട്ട് അടൂർ സാർ മാത്രമല്ല, മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാന ചെയറിലിരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് സ്ത്രീകളും ദളിതരും കുറച്ച് താഴെയാണ് എന്നാണ്. ആ മനോഭാവത്തിൻ്റെ മൗത്ത് പീസാണ് നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ സംസാരിച്ചത് കേട്ടത്. ഇത് തന്നെ ശ്രീകുമാരൻ തമ്പി സാറും ചോദിച്ചു, എന്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പരിഹാസത്തോടെ ആവർത്തിച്ച് ചോദിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ, മലയാള സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് വായിച്ചു നോക്കാൻ ഇത്ര പാരമ്പര്യമുള്ള ആൾക്കാർക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാറ്റിവെക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അത് ടി വിയിൽ കണ്ട കുറച്ച് സെക്ഷൽ അലിഗേഷൻസ് അല്ല എന്നും അത് ഒരുപാട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് എന്നും ഇത്ര വലിയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മറച്ചു നോക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മലയാള സിനിമയിലെ സ്ത്രീക്ക് എന്താണ് ഇവരൊക്കെ കൊടുത്ത സ്ഥാനം എന്ന്. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ് അഗൈൻ. സലിം, ഇപ്പോൾ ദിതി ദാമോദരൻ പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾക്കും ദളിതർക്കും എതിരായ അഭിപ്രായം അങ്ങനെ പറയുന്ന ഒരൊറ്റ ആളല്ല ഇത്രയും മുതിർന്ന സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ. മറ്റു പലർക്കും ഇത്തരത്തിലുള്ള നിലപാടാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കൂടി ഈ പറഞ്ഞതിൽ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്, അതല്ലേ? ഇത് ഉറപ്പായും ആ വിമർശനം അത് വലിയ നിലയിൽ തന്നെ ഈ അടൂർ ഗോപാലകൃഷ്ണനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിൽ ദിതി ദാമോദരൻ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറയുന്നത്. കടുപ്പിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമല്ല, പി.കെ. റോസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദിതി ദാമോദരൻ ഈ വിമർശനം നടത്തുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിമർശനം നടത്തുമ്പോൾ ദിതി ദാമോദരൻ പറയുന്നത് പി.കെ. റോസിയോട് നീതി ചെയ്തിട്ടില്ല മലയാള സിനിമ. മലയാള സിനിമയുടെ ചരിത്രം തന്നെ ദളിതരോട് നീതികേട് കാണിച്ചതിന്റെ ചരിത്രമാണ്. മലയാള സിനിമയ്ക്ക് പിതാവുണ്ട്. ജെസ്സി ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായി അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് മാതാവില്ലാത്തത്? പി.കെ. റോസിയെ പല കാലങ്ങളിൽ ആ നിലയിൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലൊരു അംഗീകാരവും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു മലയാള സിനിമ. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ അത്ഭുതമില്ല. കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിൽ ദളിതരും സ്ത്രീകളും എന്തോ കുറഞ്ഞവരാണെന്നും കഴിവില്ലാത്തവരാണെന്നും ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. ആ പൊതുബോധത്തിന്റെ മൗത്ത് പീസായി മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതെന്നും ദിതി ദാമോദരൻ വിമർശിക്കുന്നു. മാത്രമല്ല, ശ്രീകുമാരൻ തമ്പിയെയും ദിതി ദാമോദരൻ വിമർശിക്കുന്നുണ്ട്. കാരണം ഇന്നലെ കോൺക്ലേവ് വേദിയിൽ ശ്രീകുമാരൻ തമ്പി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്തായി എന്ന് പരിഹാസത്തോടെ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയണമെന്ന് കരുതിയതാണ്. വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ മറുപടി പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ നേരിൽ കണ്ട് മറുപടി പറയാഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർക്ക് ഒരു മണിക്കൂറോ ഒരു ദിവസമോ എടുത്ത് വായിക്കാൻ പോലും മനസ്സില്ലായിരുന്നു എന്നുള്ളതാണ്. അത് കഴിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ടി വിയിൽ കാണുന്ന ലൈംഗിക വിഷയങ്ങൾ മാത്രമായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പിക്കെതിരെ ദിതി ദാമോദരൻ ഉയർത്തിയ വിമർശനം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അടൂർ ഗോപാലകൃഷ്ണനെതിരെയാണ് രൂക്ഷമായ വിമർശനം നടത്തിയത്. വലിയ വിമർശനം സിനിമാ മേഖലയിൽ നിന്ന് ആകമാനം അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്മിത ക്രിസ്റ്റീന.